Okay, hi all. Good afternoon. Okay, good afternoon. Good afternoon. Okay, good afternoon. Yeah, good afternoon. Okay, so to introduce myself, first I introduce myself. I'm Ashwati, your English teacher. Okay, yeah. നമുക്കിന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എപ്പോഴും ഇംഗ്ലീഷ് ക്ലാസ്സിൽ കോർഡിനേറ്റ് കൊടുത്ത് ക്ലാസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഇന്ററാക്ഷൻ സെക്ഷൻ പോലെയാണ്. ഓക്കെ, സോ എല്ലാവരും മ്യൂട്ട്, നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ചെയ്യും. സോ മ്യൂട്ട് യുവർ സെൽഫ്. അതെപ്പോഴും ശ്രദ്ധിക്കാം. മറ്റേ സബ്ജക്റ്റിനെ പോലെയല്ല, ഇംഗ്ലീഷിലോ അങ്ങനെ ഓൺമ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കേണ്ട ഒരു ഓപ്ഷൻ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഇന്ററാക്ഷൻ ആണ്, ഒരു സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് അങ്ങനെ ഓൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക. സോ അതായത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. അതിനുശേഷം നിങ്ങൾ മ്യൂട്ട് ആക്കുക, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ നമുക്ക് സംസാരിക്കുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോ സംസാരിക്കുമ്പോൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക, അതിനുശേഷം മ്യൂട്ട് ചെയ്യുക. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് ഓൺമ്യൂട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞത്. Okay, yeah. So now you can introduce yourself. Okay, so let's start here. Yeah, no, പറയുന്നില്ല ആരും. സൈലന്റ് ആണോ? Why? Hi, ma'am. Okay, പറയൂ, പേര് പറയൂ. What's your name? I am Sauda from Kannur. Okay. I'm Sajida Banu from Palakkad. I'm Sandra Srivas from Idiki. Yeah, okay. I'm Marina Jones from Idiki. I am Ajmi from Kollam. I am Shifa from Namappadu. I am Akshara from Malappuram. I am Anjana from Malappuram. Yeah. I am Pramila from Kozhikode. I am Arati from Malappuram. Hi, teacher. I am Habiba from Palakkad. Good I am afternoon. from Palakkad. Yeah. Okay. So ഇതില് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ? എല്ലാവരും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റുഡൻസ് ആണ്. ഒരുപാട് ചിലർക്ക് ക്വാളിഫിക്കേഷൻ കൂടുതലുണ്ടാവാം, കുറവുള്ളവരുണ്ടാകാം, ഗ്യാപ്പ് ഉള്ളവരുണ്ടാകാം. അപ്പൊ അവര് എങ്ങനെയൊക്കെയാണ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോ നിങ്ങൾ അതുകൂടെ ഒന്ന് പറയാവോ? ഇംഗ്ലീഷ് എങ്ങനെയാണ്? നിങ്ങൾക്ക് ടഫ് ആണോ? ഒന്നും അറിയാത്തവരുണ്ടാകാം, നന്നായിട്ട് അറിയുന്നവരുണ്ടാകാം. സോ അതൊന്ന് ഷെയർ ചെയ്യാവോ? എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ്? ഇംഗ്ലീഷിലാണ് ടീച്ചർ പറയണ്ടേ? ഓ, ഇംഗ്ലീഷ് പറയാൻ എനിക്ക് തോന്നി അതായിരിക്കും സൈലന്റ് എന്ന്. ഇംഗ്ലീഷ് പറയുന്ന യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, നിങ്ങൾ പറയൂ നിങ്ങളുടെ എങ്ങനെയാണ് ഇംഗ്ലീഷ് അറിയോ ഇല്ലയോ. കാരണം എനിക്ക് അതിനനുസരിച്ചിട്ടാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യം അത് ചോദിച്ചതിന് ശേഷം നമ്മൾ ക്ലാസ്സിലേക്ക് പോവാന്ന് പറയുന്നത്. ഓക്കെ, ഹായ് ടീച്ചർ, എൻ്റെ പേര് അൽത്താഫ് നിസ. ഞാൻ പാലക്കാട് ജില്ലയിലാണ്. ഇംഗ്ലീഷ് അറിയോ ചോദിച്ചാൽ അത്യാവശ്യം ചില വേർഡുകൾ ഇപ്പോൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വേർഡുകളും കാര്യങ്ങളും അറിയാം.
പിന്നെ ഗൂഗിൾ ഉള്ളത് കൊണ്ട് കുറച്ച് എന്താണ് എല്ലാത്തിനെ കുറിച്ച് എന്താ പറയാ ഒന്ന് സെർച്ച് ചെയ്ത് അറിയുന്നതുകൊണ്ട് ഇപ്പൊ അത്യാവശ്യം വേർഡുകൾ കേട്ടാലും വായിച്ചാലും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സ്പീച്ച് കുറച്ച് ഡിലേ ഉണ്ട്, വർത്താനം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ BA കഴിഞ്ഞതാണ്, BA അറബിക്കാണ്. +2 കഴിഞ്ഞിട്ട് BA അറബിക്ക് കഴിഞ്ഞതാണ്. അറബിക് ആയതുകൊണ്ട് ഇംഗ്ലീഷിന് വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും കേട്ടാ മനസ്സിലാകും, എഴുതാനും കുഴപ്പമില്ല. പക്ഷെ പറയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇതേപോലെ എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്, എന്താണ് എന്ത് ഇഷ്യൂ ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, you faced any issues? Just share me about this. Okay, പറയൂ എന്താണ്? ഇത്ര പേരിൽ ഗ്യാപ്പ്, ഒരുപാട് സ്റ്റഡി ഗ്യാപ്പ് ഉണ്ടോ ക്ലാസ്സിലുണ്ടോ? മാം, ഐ ആം അജ്മി ഫ്രം കൊല്ലമാണ്. ഞാൻ പഠനം കഴിഞ്ഞ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല. കല്യാണം കഴിഞ്ഞ ശേഷം 4 വർഷം പിന്നെ ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ചില വാക്കുകളൊക്കെ അറിയാം, അത്രേ ഉള്ളൂ. എഴുതാനൊന്നും കുഴപ്പമില്ല, പക്ഷെ സംസാരിക്കാൻ മാത്രം ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇവിടെ എല്ലാവർക്കും സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് മിക്കവർക്കും ഉണ്ട്. ഓക്കെ, അതർവൈസ് നിങ്ങൾ ഗ്രാമർ ക്ലിയർ ആണോ? കാരണം നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഗ്രാമർ അറിയേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതെങ്ങനെയൊക്കെയാണ്, എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് എല്ലാം അറിയണ്ടേ. ഒരു ലാംഗ്വേജ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ബേസിക് അല്ലെ, ബേസിക് ലെസൺസ് എന്തായാലും പഠിക്കണമല്ലോ. അപ്പൊ ഗ്രാമർ എല്ലാവർക്കും എങ്ങനെയാണ്, ബുദ്ധിമുട്ടാണോ? എന്തും ഓപ്പൺ ആയിട്ട് പറയും. ഓക്കെ, ഗ്രാമറും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മാം. ഗ്രാമർ ബുദ്ധിമുട്ടുണ്ട് ടീച്ചർ. ഗ്രാമർ ചില വേർഡ്സുകളൊന്നും മനസ്സിലാവുന്നില്ല, അറിയാത്തത് കുറച്ച് അങ്ങനെ. മാം ഗ്രാമർ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, എന്താണെങ്കിലും ഞാനിപ്പോ ചോദിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഒന്നും അറിയില്ല, എനിക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പോലും നിങ്ങൾ പറഞ്ഞോളൂ. ആരും നിങ്ങളൊന്നും കളിയാക്കാനോ ഒന്നുമില്ല. കാരണം എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ ലെവലാണ് എന്നൊന്നും എനിക്ക് അറിയില്ല. ഇത് നിങ്ങൾ പറഞ്ഞ മാതിരി എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ എനിക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അറിയില്ലെന്നാണെങ്കിലും നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, സംസാരിച്ചോളൂ. ഇംഗ്ലീഷ് അറിയില്ല, കേട്ടാ മനസ്സിലാവും, പക്ഷെ നമുക്ക് തിരിച്ചു പറയാനുള്ള മറുപടി അറിയില്ല. കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, കുറച്ച്. എന്റെ പേര് ഷെറിൻ, പഴഞ്ഞി കുന്നോളം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഹലോ മാം, എൻ്റെ പേര് ലിജി. നല്ല ഗ്യാപ്പ് ഉണ്ട്. ഞാൻ +2 കഴിഞ്ഞിട്ട് ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഫോറിൻ പേഷ്യൻസ് ഒക്കെ വരാറുണ്ട്. അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് സംസാരിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഇപ്പം തോന്നാറില്ല. നേരത്തെ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നെ ഗ്രാമർ നമുക്കൊരു വിഷയമാണ്. അറിയില്ല എന്നല്ല, അറിയാം, എന്നാലും കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ട്. ഹലോ മാം, ഞാൻ ഹബീബ, +2 കഴിഞ്ഞതാണ്. മക്കൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന കാരണം കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം. സ്പീച്ച് ഇങ്ങനെ സംസാരിക്കാൻ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. മറ്റുള്ള ആൾക്കാരായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുറച്ചൊക്കെ വേർഡ്സ് നമുക്ക് അതൊക്കെ അറിയാം. ഹലോ, മൈ നെയിം സജില ബാനു. എനിക്കും ഗ്രാമർ ബുദ്ധിമുട്ടാണ്. അതാ, എഴുതാനൊക്കെ അറിയാം, പക്ഷെ സ്പീച്ച് ചെയ്യാൻ അറിയില്ല. അതാണ് മെയിൻ പ്രശ്നം. അതെ, അപ്പൊ ഗ്രാമറും പിന്നെ കുഴപ്പമില്ല, കുറച്ചൊക്കെ നല്ല മനസ്സിലാവും. ഇത് സ്പീച്ച് അവര് ആരെങ്കിലും പറയണതൊക്കെ
മനസ്സിലാവും. തിരിച്ചു പറയാനാണ് ബുദ്ധിമുട്ട്. തിരിച്ചു പറയണം. അതെ. ശരി. ഹായ് മാഡം, ഹായ്. എൻ്റെ പേര് മീനു. ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ് എക്കണോമിക്സിൽ. അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും കുറച്ച് പറയാനും അറിയാം. പിന്നെ ഗ്രാമറാണ് മെയിൻ. ഈ ബാസും ഈസും ആഡും ഹാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയൊരു പേടി. ഗ്രാമർ തന്നെ മെയിൻ ആയിട്ട്. ഗ്രാമറിന്റെ ചെറിയ പേടിയുണ്ട്. നമ്മൾ പഠിച്ച സാഹചര്യങ്ങൾ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ആർക്കും ഗ്രാമർ അറിയാത്തത്. കാരണം നമ്മള് പഠിക്കുന്ന ടൈമില് ഇംഗ്ലീഷിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അന്നൊന്നും ഗ്രാമർ നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിരുന്നില്ല. നമ്മുടെ സിലബസിന്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് ആർക്കും അറിയാത്തത്. അല്ലാതെ നമ്മളെ കുറ്റമല്ല കേട്ടോ. അതുകൊണ്ടാണ് ആർക്കും അറിയാത്തത്. ഇംഗ്ലീഷ് ഒരുവിധം നമ്മള് എല്ലാ ഡിവൈസിലാണെങ്കിലും ഫോണിലെ ഇംഗ്ലീഷ് അല്ലേ. അപ്പൊ ഇംഗ്ലീഷ് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, അതൊക്കെ അറിയാം. പക്ഷെ ഗ്രാമർ വൈസ് എന്തെങ്കിലും ചോദിച്ചാല് ആർക്കും അറിയില്ല. കാരണം ഗ്രാമർ ആർക്കും അറിയില്ല. ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഗ്രാമർ അറിയില്ല. അത് ആദ്യം മിസ്റ്റേക്ക് ആയിട്ടല്ല, അത് നമ്മുടെ മുന്നത്തെ ജനറേഷൻ മുഴുവൻ അങ്ങനെയാണ്. അപ്പോ ഇവിടെ നമ്മള് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നവരുണ്ട്, ഗ്രാമർ അറിയുന്നവരുണ്ട്. ഓക്കെ, അവർക്ക് അറിയാം. പക്ഷെ ഇതൊന്നും അറിയാത്തവരുണ്ട്. അപ്പൊ ഞാൻ ഗ്രാമർ അറിയുന്നവർക്ക് വേണ്ടി ക്ലാസ് എടുത്തു കഴിഞ്ഞാല് അറിയാത്തവര് വെറുതെ ഇരിക്കുകയുള്ളൂ, അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഏറ്റവും ബെറ്റർ ഏതാണ്? നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി ക്ലാസ് എടുക്കണം, അല്ലെ? അപ്പൊ ഗ്രാമർ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ബേസിക് തുടങ്ങി ബിഗിനിങ് തുടങ്ങി ക്ലാസ് എടുക്കണം. അപ്പൊ അറിയാവുന്നവര് അതൊന്നുകൂടെ പഠിക്കുക. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ അവർക്ക് കുറച്ചുകൂടെ ഒന്ന് ഫ്ലുവന്റ് ആകും. ഓക്കെ, അപ്പൊ ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ബിഗിനേഴ്സിനാണ്. ഓക്കെ, നമ്മള് ഫസ്റ്റ് തുടങ്ങി ഗ്രാമർ പഠിക്കുകയാണ്. കേട്ടല്ലോ, ഞങ്ങളോട് അങ്ങനെയാണ് എല്ലാവരും. ഇപ്പോ പറയുകയാണെങ്കിൽ ഒരു ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കില്ലേ നമ്മള് ഗ്രാമറിന് വേണ്ടി, അത് തന്നെ. എന്നാൽ മാത്രമേ നമ്മള് എപ്പോഴും നമ്മുടെ ബേസിക് ലെവല് കംപ്ലീറ്റ് ചെയ്ത് ഒരു വിധം സെറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് അടുത്തൊരു ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ബിഗിനേഴ്സ് ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവൽ, അഡ്വാൻസ് ലെവൽ ഉണ്ട്. ഈ 3 ലെവൽ ഉണ്ട്. ഇപ്പൊ നിങ്ങളുള്ളത് ഏത് ലെവലായിരിക്കും? ഏത് ലെവലാണ്? ബിഗിനേഴ്സ് ആണോ? ബിഗിനേഴ്സ് ആണ്. അപ്പൊ ബിഗിനർ ലെവലിലാണ് നമ്മൾ ക്ലാസ് എടുക്കുക. അതിനുശേഷം ലോവർ ലെവലിലേക്ക് നമ്മൾ പോകും. അഡ്വാൻസ്ഡ് ആകില്ല കേട്ടോ. ഈ കോഴ്സ് കൊണ്ട് അഡ്വാൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല, പക്ഷെ ഇന്റർമീഡിയറ്റ് വരെ ഞാൻ എത്തിച്ചേരാം. ഓക്കെ, അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ. അപ്പൊ വേറൊരു കാര്യം പറയാന്ന് വെച്ചാല് ക്ലാസ് എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കണം, എസ്പെഷ്യലി ഇംഗ്ലീഷ് ക്ലാസ്സിൽ. മറ്റ് ക്ലാസ്സിനെ പോലെയല്ല ഇംഗ്ലീഷ് ക്ലാസ്. അറിയാലോ, ഒരുപാട് ഡൗട്ട് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്, അല്ലെ? അപ്പൊ ഞാൻ എന്തൊരു ടോപ്പിക് എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അത് ചോദിക്കാം. അതിന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓൾ മ്യൂട്ട് കൊടുക്കാത്തത്, മനസ്സിലായോ? അപ്പോ എന്തുണ്ടെങ്കിലും ചോദിക്കുക, ആക്റ്റീവായിട്ടിരിക്കുക. ഞാൻ ചോദിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്യുക, അതൊക്കെ മസ്റ്റ് ആണ്. അതൊക്കെ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ക്ലാസ് വളരെ ബോറിംഗ് ആയിരിക്കും. ഒന്നാമതേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. ഗ്രാമർ ആർക്കും ഇഷ്ടമല്ലാത്തൊരു പോർഷനാണ് ഗ്രാമർ. അതെ, അതെടുക്കുന്ന ടീച്ചറാണ് ഞാൻ, അല്ലേ? അപ്പൊ അതെടുക്കാൻ വരുമ്പോ നിങ്ങൾക്ക് ഇഷ്ടാവോ? ബോറടിക്കും. ഒന്നാമത് മനസ്സിലാവുന്നില്ല, അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ മിണ്ടാതെ കൂടി ഇരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഭയങ്കര ബോറിംഗ് ആയിരിക്കും, അല്ലെ? ക്ലാസ് ഒരിക്കലും അങ്ങനെ ആവരുത്. ഓക്കെ, എനിക്കത് പ്രത്യേകം പറയാനുള്ള കാര്യമാണ്. ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും, കാരണം എന്താണ്? മനസ്സിലാവാത്തതുകൊണ്ടാണ്. മനസ്സിലാവാത്ത എന്താണ്? ശ്രദ്ധിച്ചിരിക്കാത്തതുകൊണ്ടാണ്. ശ്രദ്ധിച്ചിരിക്കുമ്പോ നിങ്ങൾക്ക് എന്ത് വരും? ഡൗട്ട് വരും. ആ ഡൗട്ട് നിങ്ങൾ ചോദിക്കണം, അല്ലെ? ആ ഡൗട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. അപ്പൊ നിങ്ങള് നന്നായിട്ട് എന്നോട് റെസ്പോണ്ട് ചെയ്യുക, ഓക്കെ, കോപ്പറേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ക്ലാസ് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ചു പോകാൻ പറ്റൂ. പിന്നെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ മസ്റ്റ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല, മസ്റ്റ് അല്ല. കാരണം ഇംഗ്ലീഷ് ഗ്രാമർ അറിയാത്തവർ എങ്ങനെയാ ഇംഗ്ലീഷ് സംസാരിക്കുക? അപ്പൊ മസ്റ്റ് ആക്കിയാൽ പറ്റുമോ? ആരും ക്ലാസ്സിൽ വേണ്ടില്ല.
അല്ലെ? സോ ഇംഗ്ലീഷ് മസ്റ്റല്ല. കംഫർട്ടബിൾ ആണെങ്കിൽ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അതിന് ഞാൻ യാതൊരുവിധ എഗെയിൻസ്റ്റ് ആണ്. ഇനിയിപ്പോ ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് സംസാരിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കാം, എന്തും പറയും. ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, ഞാൻ സ്ട്രിക്റ്റ് ഒന്നുമല്ല, ഒരു ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ക്ലാസ് മുന്നോട്ട് പോകും. ഓക്കെ ആണോ? നിങ്ങൾ കംഫർട്ടബിൾ ആണോ? ഓക്കെ മാം. യെസ് മാം. യെസ് മാം. അതെ കംഫർട്ടബിൾ ആണ്. കാരണം ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, ഇതറിയാലോ. ഓഫ്ലൈൻ പോലെ എനിക്ക് നിങ്ങൾ ഫേസ് ടു ഫേസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങൾ അവിടെ ഉണ്ട് എന്ന് അറിയാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ക്ലാസ് മാക്സിമം നല്ല ആക്റ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, ഇൻട്രസ്റ്റോട് ഇംഗ്ലീഷ് പഠിച്ചാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ഒരിക്കലും ഇംഗ്ലീഷ് ബൈഹാർട്ട് പഠിക്കരുത്. ഇമ്പോർട്ടന്റ് ആണത്. ബൈഹാർട്ട് ഇംഗ്ലീഷ് പഠിക്കരുത്. ഗ്രാമർ പ്രത്യേകിച്ച് ബൈഹാർട്ട് പഠിക്കരുത്. മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലായെങ്കിൽ ചോദിക്കാം, ഡിസ്കസ് ചെയ്ത് പോവാലോ. ഇപ്പൊ ഒരാള് അയ്യോ ഞാനിത് ചോദിച്ചാലും മിസ് എന്ത് വിചാരിക്കും, അങ്ങനെ വിചാരിച്ചിരുന്നാല് ശരിയാവോ? ഇപ്പൊ നിങ്ങൾ ഒരാൾ സംശയം ചോദിച്ചു, ചിലപ്പോൾ മറ്റൊരാൾക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ നിങ്ങൾ ചോദിച്ചുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ആ ഡൗട്ട് ക്ലിയർ ആകും. മനസ്സിലായോ? അപ്പൊ ഇനി മിസ് ഒരു പ്രാവശ്യം ഡൗട്ട് ചോദിച്ചു, ഓക്കെ, രണ്ടാമത് ഡൗട്ട് ചോദിച്ചാൽ മിസ് എന്തെങ്കിലും പറയൂ, നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മിസ് ഒന്നും പറയില്ല, ഞാനൊന്നും പറയില്ല. ഡൗട്ട് ചോദിക്കുന്ന വളരെ നല്ല കാര്യമാണ്. കാരണം ഞാനിപ്പോ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു, നിങ്ങൾക്കത് മനസ്സിലായില്ല, ഞാൻ പിന്നെയും അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ തരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് നോളജ് അല്ലേ. മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ വേറെ പല രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വരെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾക്ക് പഠിക്കണം, അല്ലെ? നിങ്ങളെ പഠിപ്പിക്കേണ്ടതാണ് എന്റെ ഡ്യൂട്ടി, അല്ലെ? അതിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പഠിപ്പിക്കണം. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്, അല്ലെ? അപ്പൊ നിങ്ങൾ അത്രയും എഫേർട്ട് എടുക്കുന്നു, അതിൽ കൂടുതൽ എഫേർട്ട് ഞാൻ എടുക്കണം, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ എന്തുണ്ടെങ്കിലും പറയാം. ഇപ്പൊ അഥവാ ഞാൻ ക്ലാസ് എടുക്കുന്നത് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ സ്പീഡ് കൂടുന്നുണ്ട് മിസ്സേ എന്ന് പറയാം. നമുക്ക് ആ രീതിയിൽ പോകാം. ഇനി മിസ് സ്ലോയിൽ പോയാൽ മതി, നല്ല രീതിയിൽ ഒന്ന് കുറച്ചൊരു മലയാളത്തിൽ പറയോ എന്നൊക്കെ ചോദിക്കാണെങ്കിൽ ആ രീതിയിൽ പോകും. നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കും. ഓക്കെ, ഇപ്പോ ടീച്ചർ സെന്റേഡ് എഡ്യൂക്കേഷൻ അല്ലായിരിക്കും നിങ്ങളുടെ, അല്ലെ? എല്ലാം സ്റ്റുഡന്റ് സെന്റേഡ് ആണ്. നിങ്ങൾ പറയുന്ന പോലെയാണ് ക്ലാസ് എടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയ ക്ലാസ് എടുക്കുന്നത്, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാ ടീച്ചർമാരും പഠിപ്പിച്ചിരുന്ന മാത്രമല്ലല്ലോ ഇന്നത്തെ കാലത്ത് വേണ്ടത്. നമ്മൾ തന്നെ സ്വയം പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? അപ്പോ നിങ്ങൾ പറയുന്ന രീതിയിലാണെങ്കിൽ ക്ലാസ് എടുക്കുക. എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് എന്നോട് പറയാം. അപ്പൊ എന്റെ സബ്ജക്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണോ ഫീലിംഗ് അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ മാഡം. യെസ് മാം. കംഫർട്ടബിൾ ആണല്ലോ? കുഴപ്പമുണ്ടോ? ഇഷ്ടമായ ക്ലാസ് ആണ്. ഇപ്പൊ ഇഷ്ടമായെന്ന് വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും ഡിസ്റ്റർബൻസ് ആകും. അല്ലെങ്കിൽ എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, മ്യൂട്ട് യുവർ സെൽഫ്. സംസാരിച്ചതിന് ശേഷം മ്യൂട്ട് ചെയ്യാം. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, പിന്നെന്താ? വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? നോ മാം. ഡൗട്ട് ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, സോ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്ന പോർഷന്റെ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ ഇംഗ്ലീഷിന് വേണ്ടി ഒരു സെപ്പറേറ്റ് നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എന്റെ പേര് അശ്വതി എന്നാണ്. ഓക്കെ, അശ്വതി. ഒരു സെപ്പറേറ്റ് നോട്ട് വേണം, ഇംഗ്ലീഷിന് സെപ്പറേറ്റ് നോട്ട് വേണം. ക്ലാസ്സിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, കാരണം ജോയിൻ ചെയ്ത് ലൈവ് ക്ലാസ്സിൽ സംസാരിക്കുന്ന പോലെ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പൊ ലൈവ് ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇന്ററാക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത ക്ലാസ് അപ്പൊ കോഴ്സ് കഴിയുന്നത് കഴിയും നല്ല രീതിയിൽ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്ത് ജോയിൻ ചെയ്ത് ക്ലാസ് മനസ്സിലാക്കി പോകാം. ഇടയ്ക്ക് വെച്ച് ബോറടിച്ചാലും മാക്സിമം ഇംഗ്ലീഷ് പഠിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. ബോറടിക്കും കേട്ടോ, ഞാൻ വെറുതെ പറയുന്നല്ലേ, ഇത് ബോറടിക്കും.
ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നും. ഓക്കെ, അത് സ്വാഭാവികമാണ്. അത് നിങ്ങൾക്ക് മടി വരുന്നത് കൊണ്ടാണ്, മനസ്സിലാവാത്തത് കൊണ്ടൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഇന്നിപ്പോ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, ഇന്നത്തോടു കൂടി നിങ്ങൾ തീരുമാനിച്ച ഡിസിഷൻ എടുക്കാം, ഇംഗ്ലീഷ് പഠിക്കും. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നൊരു ആവശ്യം എല്ലാവർക്കും വേണം. ഓക്കെ, ഇംഗ്ലീഷ് പഠിക്കണം. ഇനിയിപ്പോ നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്, ഇത് ഞങ്ങൾക്ക് എക്സാമിന് ഇല്ലല്ലോ, ഇംഗ്ലീഷ് എക്സാം ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാല് ആർക്കും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആവശ്യമില്ല. ശരിയല്ലേ? പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എക്സാം വൈസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ലാംഗ്വേജ് കൊണ്ട് ഉപകാരം ഉണ്ടാവോ ഇല്ലയോ? ഉറപ്പായിട്ടും വേണം. ഇംഗ്ലീഷിലാണ്ട് ഒരു ഇതുമില്ല അല്ലെ? എവിടെ ജോലിക്ക് പോയാലും എന്തായാലും ഇംഗ്ലീഷിലെങ്കിലും കുറച്ച് ഇന്ററാക്ട് ചെയ്യേണ്ടതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം. ഇന്റർവ്യൂവിന് മാത്രമല്ല. ഓക്കെ, ഇന്റർവ്യൂവിന് മാത്രമല്ല. ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങളുടെ ആ ടെക്സ്റ്റിലെ നമ്മുടെ ഹോസ്പിറ്റൽ എവല്യൂഷൻ പറഞ്ഞില്ലേ, അപ്പൊ അതിലെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കോളണം കേട്ടോ. സിശ്രുത എന്ന് പറഞ്ഞത് ടെക്സ്റ്റില് കിടക്കുന്ന സ്പെല്ലിംഗ് ശരിയാണോ എന്ന് നോക്കാം. ഞാൻ കറക്റ്റ് സ്പെല്ലിംഗ് പറയാം, ഒന്ന് നോട്ട് ചെയ്തിട്ടേ കേട്ടോ. SUSHRUTA ശിശ്രുത. SUSHRUTA. ഓക്കെ, ഒരിക്കൽ കൂടി നോട്ട് ചെയ്തെടുത്തോ. നിങ്ങളുടെ ടെക്സ്റ്റില് അങ്ങനെയാണോ കിടക്കണേന്ന് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് ഇട്ടേനെ സ്പെല്ലിംഗ് കേട്ടോ. ഓക്കെ, രണ്ടിടത്തും ഡിഫറെന്റ് ആയിട്ട് കിടക്കുന്ന കറക്റ്റ് സ്പെല്ലിംഗ് SUSHRUTA. ഓക്കെ, ഓക്കെ, അപ്പൊ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇംഗ്ലീഷ് ക്ലാസ് അങ്ങോട്ട് പോകുന്നതോറും ബോറിംഗ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോഴും ബോറിംഗ് ആയിട്ട് തോന്നും. മിസ് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് തോന്നും. കാരണം നിങ്ങൾക്ക് എക്സാം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് മാത്രമേ നിങ്ങൾ ഈ ക്ലാസ്സിനോട് നിങ്ങൾക്ക് ആ ഒരു ഇത്രയും തോന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് ഫോളോ ചെയ്ത് പോവുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇടയ്ക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഗ്രാമർ മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ഇംഗ്ലീഷ് പഠിക്കണം എന്ന ആവശ്യം വേണം. ഇന്റർവ്യൂവിന് മാത്രം ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് അല്ലെ? നമുക്ക് എവിടെ പോയാലും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്, എല്ലാവർക്കും അറിയാം അല്ലെ? ഇപ്പോ എന്ത് ജോലിക്ക് കയറിയാലും അത്യാവശ്യം ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെ, സാലറി കുറച്ചുകൂടി കൂടി ജോലി വേണമെന്ന് ആഗ്രഹമുള്ളത് ആരില്ല. നല്ല രീതിയിൽ നമുക്ക് ഒരു നല്ലൊരു ജോലി വേണമെന്ന് ആഗ്രഹമുള്ളത് ആരില്ലല്ലോ അല്ലെ? പുറത്ത് പോകണമെന്നും ആഗ്രഹമില്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ ഇവിടെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് വേണ്ടേ? ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഒരു സ്കില്ലാണ്. ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട് അല്ലെ? ചുറ്റിനുണ്ട്. ഡിഗ്രി ആണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും അതിൽ കൂടുതലാണെങ്കിലും അല്ലെ, ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ സ്കില്ലുള്ളവർ വളരെ കുറവാണ്. അതിൽ കൂടുതൽ ലാംഗ്വേജ് സ്കില്ലുള്ളവർ ചുരുക്കമാണ് അല്ലെ? ഒരു ജോലിക്ക് നമ്മൾ ഇന്റർവ്യൂവിന് പോയാലും അപ്ലൈ ചെയ്യുമ്പോഴും അവർ ചോദിക്കുന്ന സ്കിൽ എന്തെങ്കിലും ഉണ്ടാകുന്നല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യുന്നത്. സ്കിൽ, ആ ഒരു ലാംഗ്വേജ് സ്കിൽ ഉണ്ടോ എന്നറിയാം. ലാംഗ്വേജ് സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് ജോലിക്ക് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം അല്ലെ? അപ്പോ ഇംഗ്ലീഷ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ആദ്യം മനസ്സിലാക്കാം. നമ്മൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്രം ഇംഗ്ലീഷ് പഠിച്ചാൽ പോരാ അല്ലെ? നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിനുണ്ട്. അത് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, സോ അതിനുവേണ്ടി മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് പഠിക്കുക, നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യാനോട്. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. കുറച്ച് ഫസ്റ്റ് ഗ്രാമർ ആണ്, അതിനുശേഷം മാത്രമേ നമ്മൾ വേറെ സെക്ഷനിലൊക്കെ പോകുള്ളൂ. ഓക്കെ,
ഗ്രാമർ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതൊരു ഗ്രാമർ അറിയണം അല്ലെ? ബേസിക് എന്തായാലും അറിയണ്ടേ. ആരൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും സംസാരിക്കാൻ ഗ്രാമർ വേണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഗ്രാമർ ആവശ്യമാണ്. കുറച്ചെങ്കിലും ഗ്രാമർ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഹാസ്, ഹാവ്, ഹാവ് ബീൻ, ഹാസ് ബീൻ ഇതൊക്കെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലെ? അത് ഉപയോഗിച്ച് നമ്മൾ സെന്റൻസ് പറയണ്ടേ? കേൾക്കുമ്പോൾ ഒക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നമുക്ക് അവരെ പോലെ പറയാൻ പറ്റുന്നില്ല അല്ലെ? അത് പറയണമെങ്കിൽ നമുക്ക് അറിയണം എങ്ങനെയൊക്കെ എവിടേക്ക് യൂസ് ചെയ്യണം എന്ന് അറിയണം. അത് അറിയണമെങ്കിൽ നമ്മൾ ഗ്രാമർ പഠിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ മക്കളെ പഠിക്കുന്നതായിരിക്കാം ഈ ഗ്രാമർ, പക്ഷെ നമുക്ക് ആ ടൈമിൽ പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിപ്പോ പഠിക്കുന്നത് അല്ലെ? നമ്മള് പഠിക്കുന്നത് പ്രായം നോക്കണ്ട അല്ലെ? നമ്മൾ എല്ലാവരും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഒരിക്കലും നമുക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് അല്ല. ഗ്രോയിങ് ലാംഗ്വേജ് ആണ്. ഡേ ബൈ ഡേ ഓരോ പുതിയ വേർഡ്സ് വന്നുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജ് ആണ്. ഓക്കെ, നമുക്ക് ഇപ്പോ നമ്മുടെ ലൈഫ് അവസാനിക്കുന്നത് വരെയും പഠിച്ചാലും തീരില്ല. നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് പോകണം. ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ പഠിച്ചു എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. പുതിയ പുതിയ വേർഡ്സ് വരുന്നത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ എപ്പോഴും എന്ത് കാര്യങ്ങളും പഠിക്കാനായിട്ട്. ഓക്കെ, നമ്മൾ പണ്ട് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഹൗവായി എന്ന് വെക്കാം, ഒരു ഫ്രണ്ടിനെ കണ്ടുമ്പോൾ ഹൗവാറി എന്ന് വെക്കും. ഇപ്പൊ എന്താ ചോദിക്കുന്നേ? ഹൗവാറി എന്നാണ് ചോദിക്കുന്നത് എല്ലാവരും. ആണോ? പറയൂ. ആർ യു ഫൈൻ? പിന്നെ അതെന്തൊക്കെ ചോദിക്കും? പിന്നെ എങ്ങനെ? വാട്സ്ആപ്പ്. How do you do? ഹലോ, ഫൗണ്ടേഷൻ ആണല്ലേ പണ്ട് ചോദിച്ച പോലെ ഇപ്പൊ ചോദിക്കുന്നത് അല്ലെ? ലേറ്റസ്റ്റ് ഇപ്പൊ എന്താ? വാട്സാപ്പ് ആണ്. വാട്സാപ്പ് ചോദിച്ചാൽ ഓക്കെ, അതിലെല്ലാം ഉണ്ട്. അതേപോലെയാണ് ഓരോ വേർഡ്സ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും ഓരോ ദിവസവും പുതിയ വേർഡ്സ് പഠിക്കുക. പിന്നെ ഒരു കാര്യം, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി. പെട്ടെന്ന് ഒരു ഗ്രാമർ പഠിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോസിബിൾ അല്ല. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നന്നായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നവർ ചോദിച്ചാൽ അറിയാൻ പറ്റും അവർ എത്ര വർഷത്തെ ഹാർഡ് വർക്ക് ആണ് അങ്ങനെ സംസാരിക്കുന്നത് എന്ന്. പിന്നെ വേണ്ടത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഞാനിപ്പോ എന്തെങ്കിലും ഒരു സെന്റൻസ് മേക്ക് ചെയ്യാൻ പറയും. എല്ലാവരും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ സെന്റൻസ് മേക്ക് ചെയ്യാൻ പറയുമ്പോ ടെക്സ്റ്റ് ചെയ്താൽ പോരാ. എല്ലാവരും ഞാൻ ഒരുപാട് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് പറയുന്നതാണ്, മിക്കവരും ചെയ്യുന്നത് മിണ്ടാതിരിക്കും. ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോ, ഒരു സെന്റൻസ് മേക്ക് ചെയ്യാൻ പറയുമ്പോ മിക്കവരും മിണ്ടാതിരിക്കും. കുറച്ചുപേര് അത് ടെക്സ്റ്റ് ചെയ്യും, മെസ്സേജ് അയക്കും. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ആ മൈക്കൊന്ന് ഓണാക്കി സംസാരിക്കുള്ളൂ. ഓക്കെ, എനിക്ക് വേണ്ടത് അതൊന്നും അല്ല. സംസാരിക്കണം. ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡെങ്കിൽ വേർഡ്, ആ വേർഡ് നമ്മുടെ ഓറലി നമ്മൾ സംസാരിക്കണം. നമ്മുടെ മൗത്തിനൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി വരണം ഫസ്റ്റ്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് വെള്ളി വീഴും. ചിലവർ പറയും എനിക്ക് വെള്ളി വീഴും, എനിക്ക് പെട്ടെന്ന് കിട്ടില്ല, സ്റ്റക്കായി. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആ ലാംഗ്വേജ് യൂസ് ചെയ്യാറില്ല. ഒറ്റയ്ക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല. പെട്ടെന്ന് നമുക്ക് നാക്കൊക്കെ വഴങ്ങട്ടെ. ആ ഒരു വേർഡ് പറയണമെങ്കിൽ നമുക്ക് ആ നാക്ക് വഴങ്ങണം. ആ നാക്ക് വഴങ്ങണമെങ്കിൽ നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യണ്ടേ അല്ലെ? അപ്പൊ പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഒരിക്കലും മറക്കരുത്. പ്രാക്ടീസ് ചെയ്യണം, മസ്റ്റ് ആണ്. മടി എന്നൊരു കാര്യം നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ മാറ്റാം. മിസ്സിന് പറയുമ്പോൾ എളുപ്പമാണ് മിസ്സേ എന്നൊക്കെ പറയും, പക്ഷേ മടി എന്ന് പറയുന്നത് മാറ്റാം. ഉപദേശിക്കാൻ എളുപ്പമാണെന്ന് എല്ലാവരും പറയും. നമ്മുടെ ലൈഫ് മാറണമെങ്കിൽ നമ്മൾ ആദ്യം മാറാം. മടി മാറ്റാം. ഓക്കെ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. അല്ലെ? എല്ലാവർക്കും ടെൻഷൻ തിരിച്ചറിഞ്ഞ് ഇന്റർവ്യൂവിന് പോകും. എന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ അറിയുമോ നിങ്ങൾക്ക്? റീസൺ എന്താ? കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തത്. അതാണ് ഇംഗ്ലീഷിൽ എങ്ങനെ അവര് ചോദിക്കോ? ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് പറയും ഞാൻ? മനസ്സിലായോ? ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പേടിയും കോൺഫിഡൻസ് ഇല്ലായ്മയും വരുന്നത്. പക്ഷെ ഇംഗ്ലീഷ് അറിഞ്ഞാലോ ഈ പറയുന്ന പേടിയും ഉണ്ടാവില്ല, കോൺഫിഡൻസ് ലെവലാണെങ്കിലോ ഒരുപാടായിരിക്കുള്ളൂ. മനസ്സിലായോ? അപ്പൊ മെയിൻ റീസൺ എന്താണ്? ഇതിനൊക്കെ മെയിൻ റീസൺ എന്താണ്? ഇംഗ്ലീഷ് അറിയില്ല.
ആ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടോ? പറയൂ, എഫേർട്ട് എടുക്കുന്നുണ്ടോ? ഇല്ല. ചിലര് പറയും ആ മിസ്സേ ഞങ്ങൾ മൊബൈലിൽ നോക്കുന്നുണ്ട് മിസ്സേ, ഞങ്ങൾ ഇംഗ്ലീഷ് മൂവീസ് കാണുന്നുണ്ട്, ഇംഗ്ലീഷ് വീഡിയോസ് കാണുന്നുണ്ട് എന്നൊക്കെ പറയും. ഇംഗ്ലീഷ് വീഡിയോസ് മൂവീസ് കാണുന്നുണ്ട്, ശരിയാണ്. കണ്ടാലും എത്ര നേരം കാണും? ഒരു 5 മിനിറ്റ്, അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും റീൽസോ ഷോർട്സോ അതിലൊക്കെ പോകും. ശരിയല്ലേ? ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമ്മളൊക്കെ ഒന്ന് തന്നെയല്ലേ അല്ലേ? എല്ലാവരും എന്താണ്, ഹൗസ് വൈഫ് ആണ്, മദർ ആണ്, ഞാനും അതെ. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുപോലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണത്. അപ്പൊ അങ്ങനെ വേണ്ട എന്നാ ഞാൻ പറഞ്ഞു. പഠിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഹോബി വേണം, ഒരു ഹാബിറ്റ്. അത് നമുക്ക് നല്ലതും ആയിട്ട് വരുന്ന ഒരു ഹാബിറ്റ് ആയിരിക്കണം. ഇപ്പൊ എല്ലാവരും നിങ്ങളുടെ ഹാബിറ്റ് എന്താണ്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഹോബിയോ ഹാബിറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഹോബീസ് ഉണ്ടാകുമോ? പറയോ, ഷെയർ ചെയ്യോ. ഹോബി ഹോബീസ് ആണോ ഹോബിയാണോ? ഹോബി ഉണ്ടോ? ഇല്ലെങ്കിൽ എന്ന് പറയാം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. ഉണ്ടെങ്കിൽ എന്താണ് ഒരു ഹോബി എന്ന് പറയുന്നത്? മൈ ഹോബി ഡ്രോയിങ് ആൻഡ് മെഹന്തി ഡിസൈൻ, മെഹന്തി വർക്ക്, അത് രണ്ടും ചെയ്യും. മൈ ഹോബി ട്രാവലിംഗ്. My hobby cooking. Watching TV. Oh, super. Then no cooking. Safest hobby ആണത്. Okay. Then Traveling, ma'am. okay. കഴിഞ്ഞോ? ഇതാണ് ക്ലാസ്സിൽ ആക്റ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നിങ്ങൾ തന്നെ എങ്ങനെയാ? മൈ ഹോബി റീഡിങ് ആൻഡ് കുക്കിംഗ്. ഓ, റീഡിംഗ് ഉണ്ട്. എന്താണ് വായിക്കുന്നത്? എന്താണ് വായിച്ചത്? ലൈബ്രറി ബുക്സ് ഒക്കെ വായിക്കും, പിന്നെ നോവല്, അങ്ങനെയൊക്കെ. ഓക്കെ. അപ്പൊ ട്രാവലിംഗ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്. ഡ്രോയിങ് ഒക്കെ നല്ലതാട്ടോ. ഡ്രോയിങ് നല്ലതാണ്. കുക്കിംഗ് കുക്കിംഗ് സേഫസ്റ്റ്. നിങ്ങൾ സേഫ് ഹോബിയിലാണ്. കാരണം ഒരു ഹൗസ് വൈഫിന് വേണ്ടത് കുക്കിംഗ് ആണ്. സോ അത് ഹോബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ സേഫ് ആണല്ലോ. ഓക്കെ. പിന്നെ പറഞ്ഞിട്ടുണ്ടോ ഹോബി? ഡ്രോയിങ് പറഞ്ഞു, ട്രാവലിംഗ് പറഞ്ഞു. ഓക്കെ. ഇപ്പൊ എന്തായിക്കോട്ടെ, ഹോബീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പോ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം, മ്യൂസിക് ആൻഡ് ഗാർഡനിങ്. ഓക്കെ. അപ്പോ ട്രാവലിംഗ് പറഞ്ഞു. ഈ ട്രാവലിംഗ് ആണെങ്കിലും ഡ്രോയിങ് ആണെങ്കിലും, ഡ്രോയിങ് ഒക്കെ നല്ലതാണ്, സ്കില്ലാണ്. അതുകൊണ്ട് നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഓക്കെ. ട്രാവലിംഗ് ഓക്കെ നല്ലതാണ്. പക്ഷെ നമുക്ക് ട്രാവലിംഗ് കേരളത്തിൽ മാത്രം ചെയ്താൽ മതിയോ? ഇല്ലല്ലേ, പുറത്ത് പോകണം, ഇംഗ്ലീഷ് ആയിരിക്കണം. ദെൻ കുക്കിംഗ്, മ്യൂസിക് ആണ്. ഓക്കെ. സിംഗിങ്, കുക്കിംഗ്. ഓക്കെ. അപ്പോ എന്ത് ഹോബീസ് ആണെങ്കിലും ഒരു സ്കില്ല്, ഇപ്പൊ ഡ്രോയിങ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും സിംഗിങ് ആണെങ്കിലും എന്ത് ഹോബീസ് ആണെങ്കിലും അതൊക്കെ ഒരു സ്കില്ലാണ് കേട്ടോ. കുക്കിംഗും ഒരു സ്കില്ലാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കുക്കിംഗ് ഓക്കെ, അതൊരു ഹോബിയാണ്. ദെൻ നമുക്ക് കുക്കിംഗ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വേണം. അതല്ലാതെ ഏതെങ്കിലും ഒരു ഹോബി കൂടെ പറയണം. ഓക്കെ. അപ്പൊ എന്ത് ഹോബി ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെങ്കിൽ ആ ഒരു സ്കില്ലൊന്ന് ഇംപ്രൂവ് ചെയ്ത് അതിനൊരു ഓപ്പർച്യൂണിറ്റികൾ വന്ന് അല്ലെ, കുറച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പൊസിഷനൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഇംഗ്ലീഷ് എന്തിനും ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ നോക്കിയാലും അതൊരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റീഡിങ് എന്നൊരു പറയുന്ന ഹോബി ആർക്കും ഇല്ല, ഒരാൾക്കേ ഉള്ളൂ. സോ റീഡിങ് ഒരു ഹാബിറ്റ് ആക്കി മാറ്റാം. ഓക്കെ. പറയുമ്പോ എളുപ്പമാണ് എന്ന് നിങ്ങൾ എല്ലാവരും പറയും, പക്ഷെ റീഡിങ് ഒരു ഹാബിറ്റ് ആക്കി എടുക്കാം.
ഓക്കെ, ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ റീഡിങ് ഒരു ഹാബിറ്റേക്ക് മാറ്റി. മലയാളം അല്ല കേട്ടോ. സോ റീഡിങ് ഹാബിറ്റ് ആക്കാം. മലയാളം ബുക്സ് അല്ല, ഇംഗ്ലീഷ് ബുക്ക്. ഓക്കെ, ഇനി ബുക്ക് വാങ്ങാനാണെങ്കിൽ വാങ്ങാൻ ഞാൻ പറയുന്നില്ല. മക്കളുണ്ടെങ്കിൽ മക്കളുടെ ബുക്കോ വായിച്ചാൽ മതി. ബിഗിനേഴ്സ് ആണെങ്കിൽ ബിഗിനേഴ്സ് ലെവൽ ബുക്ക് വായിക്കാം. ഓക്കെ, പെർ ഡേ 1 hour വെച്ചിട്ട് 1 hour വേണ്ട, ഒരു 15 minutes, 15 or half an hour നിങ്ങൾ ഒരു ബുക്ക് വായിക്കണം. should read 1 book per day. ഓരോ ദിവസവും ഒരു ബുക്ക് വീതം വായിക്കണം. ഒരു ബുക്കല്ല, ഒരു ബുക്ക് വായിച്ചിരിക്കണം. 1 പേജോ anything. പക്ഷെ ആ ടൈം ഒരു 15 to half an hour നിങ്ങൾ വായിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്യാം മാക്സിമം. ഓക്കെ, ഫോളോ ചെയ്യാം. ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, ഞാൻ ഗ്യാരണ്ടി പറയാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, ഷുവർ, 100% ഷുവർ ആണ്. ഇംഗ്ലീഷ് എന്തായാലും പഠിക്കും. ഇപ്പൊ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കോഴ്സ് കഴിയുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരുവിധം ഇംഗ്ലീഷ് പറയാൻ പറ്റും എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യും. കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് സമയം ഉണ്ടായില്ലെങ്കിൽ മിസ്സേ, അല്ലെങ്കിൽ തിരക്കായിരുന്നു, എനിക്ക് അങ്ങനെയായിരുന്നു, എനിക്ക് പനിയായിരുന്നു, എനിക്ക് വയ്യായിരുന്നു, എക്സ്ക്യൂസ് ഒന്നും പാടില്ല. ഇംഗ്ലീഷ് പഠിക്കണോ, ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് വെറുതെ ഹാർഡ് വർക്ക് ആണ്. ഇതൊക്കെ എല്ലാം ഹാർഡ് വർക്ക് ആണ്. ഒരു 20 days നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ സൈക്കിൾ അങ്ങനെയാണ്. 20 to 30 days നമ്മൾ കണ്ടിന്യൂസ് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹാബിറ്റ് ആയിട്ട് മാറും. പിന്നീട് നമുക്കത് ചെയ്യാൻ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഒരു ഷോ വായിച്ചില്ലല്ലോ, ബുക്ക് വായിച്ചില്ലല്ലോ എന്ന് ഓർത്ത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് ഒരു ഹാബിറ്റ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഡേ നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുക, അതിനൊരു ഹാബിറ്റ് ആക്കി മാറ്റുക ടിൽ ദ എൻഡ് ഓഫ് യുവർ ലൈഫ്. ഓക്കെ, റീഡിങ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഹാബിറ്റ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആരൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്ന് പ്രോമിസ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ഡേ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ഓക്കെ, can you promise that? സ്റ്റാർട്ട് ചെയ്യാം മാഡം. രണ്ടുപേരോ? ഒരു 2 മാസം സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് ഡിസിഷൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. വളരെ നല്ല കാര്യം. പിന്നൊരു കാര്യം, ഈ ബുക്ക് വായിക്കുന്ന സമയത്ത് ഈ മൊബൈൽ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. കാരണം എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരും. പിന്നീട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുമ്പോ ഒരു ക്യൂരിയോസിറ്റി ആണ് ഷോ എന്തായിരിക്കും. പിന്നെ ഫോൺ എടുക്കും, ഫോൺ എടുത്ത് നോട്ടിഫിക്കേഷൻ നോക്കി അത് ക്ലിയർ ചെയ്തു, സോൾവ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ നേരെ യൂട്യൂബിലേക്കോ ഇൻസ്റ്റയിലേക്കോ അങ്ങനെ ഒന്ന് ഡൈവേർട്ടായി പോകും. പിന്നെ നിങ്ങൾ ആ സമയം മുഴുവനും ഫോണിൽ തന്നെ ആയിരിക്കും, വായിക്കാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോ ഫോൺ മാറ്റി വെക്കുക. ഒന്നില്ലെങ്കിൽ സൈലന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ഇടുക, അല്ലെങ്കിൽ അത് മാറ്റി വെക്കുക. അതാണ് നല്ലത്. എന്നിട്ട് വായിക്കാനിരിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഉപദേശം മാത്രമേ ഉള്ളൂ മിസ്, ക്ലാസ് ഇല്ലെന്നൊന്നും വിചാരിക്കണ്ട. ഇന്ന് ക്ലാസ് ഇല്ല, കാരണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ മാഡം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഒരു നോട്ട്ബുക്ക് എപ്പോഴും കയ്യിൽ വേണം. ബിഗിനേഴ്സ് ആണ്. സോ ഏറ്റവും റിസൾട്ട് തുടങ്ങി പഠിക്കും. എന്താണ് ഒരു നൗൺ, എന്താണ് ഒരു പ്രോണൗൺ, എന്താണ് എല്ലാരും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷെ അതിന്റെ തിയറിറ്റിക്കലി നമ്മളത് പറയുമ്പോ അതിനൊക്കെ ഒരു പെർട്ടിക്കുലർ നെയിം ഉണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഞാൻ പറയുന്നത്. ഓക്കെ, മാക്സിമം കോപ്പറേറ്റ് ചെയ്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ നോക്കാം, ഫോളോ ചെയ്യാൻ നോക്കാം. ഓക്കെ, നോട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോ അതർവൈസ് നോട്ട് ഇല്ലായെങ്കിലും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എഴുതാനുള്ളത് ഞാൻ പറയും, അത് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ,
അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങള്. ഒരു സെന്റൻസ് മേക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടോ ഓക്സിലറീസ് എന്താണെന്നോ എല്ലാം ഇംഗ്ലീഷ് ടെക്സ്റ്റോ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇംഗ്ലീഷ് നിങ്ങൾ എക്സാമിന് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ സിലബസ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, അല്ലാതെ നോട്ട്സ് ആണ്. അത് നിങ്ങൾ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിൽ ഇപ്പൊ ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാരും എക്സ്ട്രാ നോട്ട്സ് എല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ വീഡിയോ ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇംഗ്ലീഷ് ക്ലാസ്സിനെ പറ്റിയോ? എന്തെങ്കിലും എനിത്തിങ് ക്ലിയർ ആണ്? എല്ലാം ക്ലിയർ ആണ്? ക്ലിയർ ആണ്. ക്ലാസ് എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണോ? ഞാൻ ഇതേപോലെ ഇടക്കിടക്കൊക്കെ ചോദിക്കും. നിങ്ങള് എന്നെ ഒരു മിസ്സായിട്ട് കാണണമെന്നില്ല. ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാം. എന്തെങ്കിലും ചോദിക്കൂ. ഓക്കെ, എനിക്കിങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എന്തെങ്കിലും ചോദിക്കുക, സംസാരിക്കുക. ആ ഒരു രീതിയിൽ നമുക്ക് ക്ലാസ് അങ്ങനെ പോകും. ഓക്കെ ആണോ? കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക. ക്ലാസ്സിൽ ഇംഗ്ലീഷ് ക്ലാസ് ആണെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് വേറെ പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കൂളായിട്ടിരിക്കുക. ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഫ്രണ്ട് ആയിട്ടോ ടീച്ചറായിട്ടോ എങ്ങനെയാണെങ്കിലും തന്നെ കൺസിഡർ ചെയ്യും. എന്റെ ലക്ഷ്യം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്നോട് കോപ്പറേറ്റ് ചെയ്യണം. ഓക്കെ ആണോ? പറയാൻ ഇല്ല. ഓക്കെ, ഇംഗ്ലീഷില് പാർട്സ് ഓഫ് സ്പീച്ച് എന്നാ പറയുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച്. സോ ആ പാർട്സ് ഓഫ് സ്പീച്ച് ആയിരിക്കും ഞാൻ ഫസ്റ്റ് എടുക്കുക. അതായത് നൗൺ, pronoun, adjective, adverb. ഓക്കെ, ക്ലിയർ ആണോ? adverb, conjunction, preposition, ഇതൊക്കെയാണ് നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഒരു സെന്റൻസ് മേക്ക് ചെയ്യണമെങ്കിൽ, ഒരു സെന്റൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്തൊക്കെയാണ് ആവശ്യം? ഒരു സെന്റൻസ് എന്തൊക്കെയാണ് ആവശ്യം? Anyone can say that? എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം? സബ്ജക്റ്റ്, സബ്ജക്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. സബ്ജക്റ്റ് വേണം, ഓക്സിലറീസ് വേണം, ഒരു വെർബ് വേണം, preposition വേണം. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. സബ്ജക്റ്റ്, ഓക്സിലറീസ്, വെർബ്, preposition, conjunction, ഇതെല്ലാം വേണം. ഇതൊക്കെ എന്താണെന്ന് അറിയോ? എന്തൊക്കെയാണ് പറയുന്ന, എന്താണ് കറക്റ്റ് ആയിട്ട് യൂസേജ്, ഇതൊക്കെ അറിയോ എല്ലാവർക്കും? preposition എന്താണ്, conjunction എന്താണ്, adjective എന്താണ്, and auxiliaries ഏതാണ് അറിയോ? To be honest, അറിയോ ഇല്ലയോ? ഇതൊക്കെ എവിടെ കേട്ടിട്ടുണ്ട് ടീച്ചർ. സബ്ജക്റ്റ് അറിയാം. സബ്ജക്റ്റ് അറിയാം, ബാക്കി കേട്ടിട്ടുണ്ട്. കേട്ടുപരിചയം ഉണ്ടല്ലേ? കേട്ടുപരിചയമുണ്ട്. കേട്ടുപരിചയം മാത്രമേ ഉള്ളൂ, കണ്ടുപരിചയം ഇല്ല. നമുക്കറിയാം, കറക്റ്റ് ആയിട്ടൊന്ന് പറയാം, പഠിക്കാം. പിന്നെ അത് അഡ്ജക്റ്റീവ് ഇതാണെന്ന് പറയാൻ പറ്റും. ഓക്സിലറീസ് ഇതല്ലേ എന്ന് പറയും നിങ്ങള്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആവും. ഓക്കെ, മാഡം. അതെ, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ പറയണോട്ടോ. എപ്പോഴും ക്ലാസ്സിൽ ആക്റ്റീവ് ആയിരിക്കണം കേട്ടോ. എനിക്ക് വേറൊന്നും പറയാനില്ല. ഇംഗ്ലീഷ് മിക്ക ക്ലാസ്സിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്. ഈ ആക്റ്റീവ് ഒക്കെ പോകും കുറച്ചുകൂടെ കഴിയുമ്പോൾ. ക്ലാസ്സിലൊക്കെ കിടക്കുമ്പോ ഈ കാണുന്ന ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇല്ല മാഡം, ടീച്ചർ ഫ്രണ്ട് അല്ലേ? ഇല്ല ടീച്ചർ, ഞങ്ങൾ നല്ല ആക്റ്റീവ് ആയിരിക്കും. നല്ല പിള്ളേരാണല്ലേ, നല്ല സ്റ്റുഡൻസ്.
ഓക്കെ. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം, അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ആക്റ്റീവ് ആയിരിക്കും. നല്ല ഡിസിഷൻ ആണ്. അപ്പൊ ന്യൂ ഇയർ അല്ലേ, നിങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കൂ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കും എന്നും തീരുമാനിക്കൂ. ഓക്കെ, ഇപ്പോ 2025 ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിരിക്കും, ഒരു സെന്റൻസ് എനിക്ക് മേക്ക് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനം എടുക്കൂ. ക്ലാസ് കഴിയും മുമ്പ് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണം. അതിനുവേണ്ടി ഞാൻ എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്യും, കറക്റ്റ് ആയിട്ട് മിസ് പറയുന്ന പോലെ ഫോളോ ചെയ്യും, നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യും, നന്നായിട്ട് പഠിക്കും, ഹാർഡ് വർക്ക് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും, റീഡ് ചെയ്യും, ഡെയിലി ഞാൻ റീഡ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾ പറയണം. ഇത് ക്ലാസ് കഴിയുമ്പോൾ എല്ലാം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ, കേട്ടോ, മറക്കരുത്. ഇല്ല ഇപ്പൊ മാഡം. പറഞ്ഞ കഴിയുമ്പോൾ കാണണം, ഒരു 3 മാസം കഴിയുമ്പോൾ ക്ലാസ്സിൽ ഉണ്ടാവണം കേട്ടോ. പിന്നെ കുറെ കഴിയുമ്പോഴേക്കും ലൈഫ് ക്ലാസ്സിൽ ആരും കയറാണ്ട് വരും. അങ്ങനെ ഉണ്ടാവോ? ടീച്ചർ, ഞങ്ങൾ ഈ 6 months കറക്റ്റ് ആക്റ്റീവ് ആയിരിക്കും. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ക്ലാസ്സില് പിന്നെ സബ്ജക്ട് എന്തൊക്കെയാ? ആവശ്യമില്ല. എന്തോ പറയൂ സജിത, സജിത ബാല പറയൂ. ഞങ്ങളുടെ ആവശ്യമില്ല ടീച്ചർ, അപ്പൊ ഞങ്ങൾ പഠിച്ചിരിക്കണം. പഠിക്കണം. ഇനി ഇതുപോലത്തെ ഒരു ഓപ്ഷൻ കിട്ടുമോ നിങ്ങൾക്ക്? അല്ലെ, ഇത്രയും ഫ്രണ്ട്ലി ആയ ഒരു ടീച്ചർ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടും, എവിടെയെങ്കിലും കിട്ടും? ഇഷ്ടപ്പെട്ടില്ല. ഇല്ല. എന്തോ എന്താ പറഞ്ഞേ? ഇഷ്ടപ്പെട്ടു ടീച്ചറിനെ, മിസ്സിനെ ഇഷ്ടപ്പെട്ടു, നല്ല ക്ലാസ് എടുക്കുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ പറഞ്ഞോട്ട് അതൊക്കെ മാറ്റി പറയരുത്. ഇല്ല മാറ്റി പറയില്ല. പിന്നെന്താണ്? അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള് മൈൻഡിൽ വെക്കുക. വെറുതെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്ന, അടുത്ത ക്ലാസ്സിൽ മൊത്തം ക്ലാസ് എടുക്കുക, അതാ നല്ലത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പരിചയപ്പെടണ്ടേ അല്ലേ? ആ ഓക്കെ. എന്റെ പ്ലേസോ? എന്റെ പ്ലേസ് എറണാകുളത്താണ്, എറണാകുളം നോർത്ത് പറമ്പ്. നിങ്ങളൊക്കെ എവിടെയാണ്? ഞാൻ പാലക്കാട്. ഞാൻ പാലക്കാട്. ഞാൻ എറണാകുളം. എറണാകുളം. ആലപ്പുഴ. കോട്ടയം, ടിവി എല്ലായിടത്തും ഉണ്ട്. ഞാൻ കൊല്ലം. എന്റെ വീട് തിരുവനന്തപുരം. കോഴിക്കോട്. മാഡം ട്രിവാൻഡ്രം. എന്തോ? ട്രിവാൻഡ്രം. പാലക്കാട്, കൊല്ലം, എറണാകുളം, കലൂര്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇപ്പൊ കംഫർട്ടബിൾ ആണല്ലോ, പേടിച്ചൊന്നിരിക്കേണ്ട, ഞാൻ തന്നെയാണ്. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് സംസാരിക്കാം, എന്തും പറയാം, ഫ്രീ ആയിട്ട് ക്ലാസ് കളിക്കാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ ഇന്നത്തെ ക്ലാസ്? നമുക്ക് അടുത്ത് വെച്ചിക്കണം. ഓക്കെ ആണോ? Okay, ma'am. Thank you, ma'am. Okay, thank you all. See you in the next class. Thank you. ഗ്രൂപ്പ് തുടങ്ങാന്ന് പറഞ്ഞിട്ട് തുടങ്ങി.